ഗൗതം, വരുണോ ഏട്ടനോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമോ, ഈ വീടിനകത്ത് താൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ അറിയോ ചെയ്താല് എന്താ അനുഭവം എന്നറിയോ? വരുണാണോ അറിയുന്നെങ്കിൽ ഒരു അടി കൊണ്ട് തീരില്ല. കയ്യോ കാലോ തല്ലി ഒടിക്കും. നീ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഈ എന്നെയോ? ഗൗതം, ദേവനാരായണൻ തിരുമേനിയുടെ മകള് അതിനുള്ള വളർച്ചയൊന്നും വളർന്നിട്ടില്ല. നിർത്തടാ. ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു വെച്ചിട്ട് അതിന്റെ മേലെ നിന്ന് വെല്ലുവിളിക്കുന്നോ? നീ പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാനിപ്പോ അവരെ ആരെങ്കിലും വിളിച്ചു കൂട്ടിയാ അത് ഈ നിൽക്കുന്ന ഏട്ടത്തെ ബാധിക്കും. അത് ഈ കുടുംബത്തിന് വലിയ നാണക്കേടും ആവും. അതുകൊണ്ട് ഞാനിത് ചെയ്യില്ലാന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? നീ എന്താ വിചാരിച്ചേ? അങ്ങനെയല്ലാതെ എനിക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ അറിയില്ലേ? നിനക്കൊക്കെ ഒരു തോന്നലുണ്ട്. നീയും നിന്റെ അച്ഛനും വിചാരിച്ച കൊറേ ഗുണ്ടാ സംഘങ്ങളെ കിട്ടും. നിങ്ങൾ പറയുന്നവരെയൊക്കെ അവര് കൊന്നിരിക്കുന്നു. കൊറേയൊക്കെ അതില് സത്യമുണ്ട്. പക്ഷേ ഏട്ടനോട് ഞാൻ ഏട്ടന്റെ ഭാര്യയെ വേറൊരുത്തും തൊട്ടു എന്ന് പറഞ്ഞാല്, ഏട്ടത്തേക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് വരുണോട് പോയി പറഞ്ഞാല്, ഇവിടെ വെച്ചല്ല, ലോകത്തിന്റെ ഏത് മൂലയിൽ നീ പോയി ഒളിച്ചാലും അവിടെ വന്ന് കണക്ക് തീർക്കും വരും. ഓ, ഇറങ്ങിപ്പോടാ. നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഏട്ടനിപ്പോ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതിലൊരു തരി പോലും കൃത്രിമോ ഇല്ല. എന്താ നിങ്ങൾക്ക് ആ മനുഷ്യനിപ്പോ എന്താ തരാത്തത്? നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അന്വേഷിക്കുന്നു, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പുറത്തു പോകുന്നു, നിങ്ങൾ ഏത് സമയവും സന്തോഷിപ്പിച്ചിരുത്താൻ ശ്രമിക്കുന്നു. ഇതിൽ കൂടുതൽ ഭർത്താവ് എന്ന നിലയ്ക്ക് ആ മനുഷ്യൻ എന്ത് ചെയ്യണം? നിങ്ങളെയും ഇപ്പൊ ഇവിടുന്ന് പോയ അവനെയും ഒന്നിച്ച് മുറിയിലാക്കി അതിനും കൂടി ആ മനുഷ്യൻ കാവലിരിക്കണം. മുഖത്തും ചുണ്ടിലൊക്കെ ഓരോ വില കൂടിയ സാധനം വാങ്ങിച്ച് തേച്ചാ പോരാ. ജനിച്ച കുടുംബത്തിൽ നിന്ന് പഠിക്കണം സംസ്കാരം എന്താന്ന്.